ഹായ്, നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഇത്ര ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 കിലോ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനിലേക്ക് നമുക്ക് ആ മസാല നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ഉരുളിയിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 6 മീഡിയം ടൈപ്പ് സബോള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഇറച്ചിയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സവാള വാടാനുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് നന്നായി വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 മുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഒരുപാട് വാടി വരണ്ട, ജസ്റ്റ് നന്നായി ഒന്ന് ട്രാൻസ്പാരൻ്റായി വരുമ്പോൾ അതിലേക്ക് മീഡിയം ടൈപ്പ് തക്കാളി 4 എണ്ണം ക്യൂബ്സായി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് ഇളകി യോജിപ്പിച്ചതിന് ശേഷം അത് വാടാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അത് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി നന്നായി വാടി വരണം. തക്കാളി വാടി വരുമ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊതുവെ എരിവ് കുറച്ച് ഉപയോഗിക്കുന്ന കാരണം ഞാൻ ഈ അളവ് എടുത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് കുറച്ചും കൂടി മുളകൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കുക. നന്നായി ഈ മസാലയും ചിക്കനും ഒക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത് ഇളക്കി അത് വേവാനായിട്ട് നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് അതിനെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് ചിക്കൻ കറി ഏകദേശം റെഡിയായി. ലാസ്റ്റ് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചതും, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറി വരുമ്പോൾ അതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാനായാലും പൊറോട്ടയുടെ കൂടെ ഉപയോഗിക്കാനായാലും എല്ലാത്തിനും നല്ല അടിപൊളിയായ ചിക്കൻ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.